നമസ്കാരം. ബ്രഹ്മമുഹൂർത്തം നമ്മുടെ പുസ്തക പരിചയത്തിൻ്റെ 7ാമത്തെ ഭാഗം ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറച്ചു കാലമായി മറ്റു പല സാധനകളിലും ചികിത്സകളിലും കുടുംബപരമായ ചില തിരക്കുകളിലുമെല്ലാം അത് നിന്നുപോയി. അപ്പോൾ 7ാമത്തെ എപ്പിസോഡിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ ഒരു തോന്നൽ അഥവാ ഒരു ദർശനം, അതേ തുടർന്ന് ചില കാര്യങ്ങൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ പ്രഥമ ഗുരുവായിരുന്ന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം പന്തീരാങ്കാവിൽ, കോഴിക്കോട് പന്തീരാങ്കാവിൽ താമസിച്ചിരുന്നു. അടുത്ത കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഏതാനും ദിവസം മുമ്പ് എനിക്ക് ഈ ഉള്ളവന്, എൻ്റെ പ്രഥമ ഗുരുക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. നല്ലൊരു അക്യൂ പ്രഷറിസ്റ്റും അതേപോലെ ഒരു ആയുർവേദ സിദ്ധവൈദ്യനും എല്ലാമായിരുന്നു അദ്ദേഹം. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെ പ്രത്യേകത കാരണം അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ അധികമൊന്നും ആരും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. പലരും അങ്ങനെയാണ്, ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കഴിവുകളും സേവനങ്ങളും ആ അവസരം ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ വളരെ പിറകിലാണ്. അദ്ദേഹം അത്തരക്കാർ മരിച്ചു കഴിഞ്ഞാൽ വാനോളം പുകഴ്ത്തി പ്രതിമകൾ സ്ഥാപിക്കുകയും ചെയ്യും. ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു പൊതുവായ രീതി. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും രോഗികൾ വരുമ്പോൾ അവരുടെ രോഗത്തിൻ്റെ ഒരു ഭാഗം വല്ലാതെ എന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഒരു നടുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് സുഖപ്പെട്ടുവെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം കുറച്ച് ദിവസത്തേക്ക് ഞാൻ അനുഭവിക്കുന്ന ഒരവസ്ഥ. അതേപോലെ തലവേദനയായിട്ടാണ് മറ്റൊരു രോഗി വരുന്നതെങ്കിൽ ആ തലവേദനയും എനിക്ക് കിട്ടും. ജോയിൻറ്റ് പെയിനൊക്കെ ആയിട്ട് വന്നാൽ ഞാനും അടുത്ത ദിവസത്തേക്ക് അത് അനുഭവിക്കും. പക്ഷേ അത് ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായിരുന്നില്ല എന്താണ് ഇങ്ങനെ എനിക്ക് സ്ഥിരമായിട്ട് ഇത്തരം. എന്നാൽ വലിയ ഗൗരവം ആവില്ല, അത് 2-3 ദിവസം കഴിഞ്ഞാൽ താനേ മാറിപ്പോകും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഗുരുനാഥൻ എന്ന നിലയ്ക്ക് ഒരിക്കൽ ഇദ്ദേഹത്തെ കാണുകയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ വിഷയവും പറഞ്ഞു. എനിക്കിങ്ങനെ സ്ഥിരമായിട്ട് ഒന്നുകിൽ തലവേദന, അല്ലെങ്കിൽ വയറുവേദന, അല്ലെങ്കിൽ കാലുവേദന, ഇങ്ങനെ മാറി മാറി മാറി. അപ്പോഴാണ് അദ്ദേഹം ഈ വിഷയം ചോദിക്കുന്നത്, എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ ആരൊക്കെയായിരുന്നു എന്നൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതേ രോഗങ്ങളാണോ നിനക്ക് പിന്നീട് വരുന്നത് എന്ന് ചിന്തിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ കുറച്ച് അവലോകനം ചെയ്തപ്പോൾ കാര്യം ശരിയാണ്. അത് വളരെ കാലം മുമ്പായിരുന്നു ഇത് സംഭവിച്ചത്. ആ ഒരു കാര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഷഡാധാര പ്രാണവിദ്യ. അപ്പോൾ രോഗങ്ങൾക്ക് പിറകിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾക്ക് പിറകിൽ, ജീവിതത്തിലെ നന്മകൾക്കും തിന്മകൾക്കും എല്ലാം പിറകിൽ മറ്റു പലരുടെയും സ്വാധീനമുണ്ട് എന്ന് ചിന്തിക്കാൻ പ്രേരകമായത് അതാണ്. ആ സ്വാധീനങ്ങളെ നമുക്ക് എങ്ങനെ നമ്മിൽ നിന്ന് അകറ്റി നിർത്താം, അതിൽ നന്മകളായിട്ടുള്ളത് എങ്ങനെ സ്വീകരിക്കാം, മോശമായുള്ളതിനെ എങ്ങനെ അകറ്റി നിർത്താം എന്ന ചിന്തയിൽ നിന്നാണ് ഷഡാധാര പ്രാണവിദ്യ എന്നൊരു ധ്യാനരീതി. അതിന് അഗസ്ത്യഗുരുവിൻ്റെ പ്രാർത്ഥനയിൽ ആ ഒരു ധ്യാന രീതി അല്ലെങ്കിൽ സാധനാ രീതി കിട്ടുകയും ഇന്ന് 100 കണക്കിന് ആളുകൾ ഇവിടെ വന്നത് പഠിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വലിയ സാധനയ്ക്ക് തുടക്കമിടാൻ വേണ്ടി എനിക്ക് തന്ന ചെറിയ ഈറ്റുനോവായിരുന്നു ആ വേദനകൾ എന്നുള്ളതാണ്. ഇപ്പോഴും അങ്ങനെ വരുമ്പോൾ രോഗിക്ക് പെട്ടെന്ന്, കഴിഞ്ഞ ദിവസം തന്നെ ഒരു മൂത്രക്കല്ലിൻ്റെ കടുത്ത വേദനയുമായിട്ട്, സഹിക്കാൻ പറ്റാത്ത വേദനയുമായിട്ട് ഒരു തൊട്ടയൽവാസി വന്നു. എടുത്തു കൊണ്ടുവന്നു എന്ന് പറയും പോലെയാണ് അദ്ദേഹം, 2 പേര് കൈപിടിച്ച് വന്നതാണ്. തിരിച്ചു പോയത് ഒരു വേദനയില്ലാതെ മാറിയിട്ടാണ്. പക്ഷെ കല്ല് അവിടെ ഉണ്ടായിരുന്നു, അതിന് ഞാൻ വേറെ നമ്മളെ ഒരു ദിവസത്തെ ഒറ്റമൂലിയുണ്ട്, അത് പിന്നീട് കൊടുത്തു. പക്ഷെ വേദന ആ നിമിഷത്തിൽ മാറി. അവരങ്ങ് പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് അതേപോലെയുള്ളൊരു വേദന തുടങ്ങി. പക്ഷെ അത് ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഞാനത് മാറ്റുകയും ചെയ്തു. അത് ഈ വിദ്യ പഠിച്ചത് കൊണ്ടുള്ള ഒരു ഗുണമാണ്. പണ്ടത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഷഡാധാര പ്രാണവിദ്യ ഉപയോഗിച്ച് നമ്മളത്, പക്ഷേ ആ ഒരു വേദന എന്നിൽ നിന്നും അയാളിൽ നിന്നും പോയെങ്കിലും അത് ഈ അന്തരീക്ഷത്തിലുണ്ട്. അത് ഇവിടെ ഒരു
പ്രകൃതിയുടെ ഒരു ഓർമ്മയായിട്ട് അത് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അനുകൂല സന്ദർഭം വരുമ്പോൾ അത് ആവശ്യമുള്ള വ്യക്തിയിലേക്ക് ആ വേദന കടന്നു കയറുകയും ചെയ്യും എന്നെല്ലാം പറഞ്ഞാൽ ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണ് എന്ന് നിങ്ങൾ ഒരുപക്ഷെ എന്നെ കളിയാക്കിയേക്കാം. പക്ഷെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, അതായത് ഒരാളുടെ വേദന മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ പറ്റും എങ്കിൽ അത് എൻ്റെ അനുഭവമാണല്ലോ, എനിക്കത് കഴിയുന്നുമുണ്ട്. അപ്പോൾ അത് സാധ്യമാണെങ്കിൽ ആ വേദനയെ എന്നിൽ നിന്ന് പുറത്തു വിടുമ്പോൾ അത് മറ്റെവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും എന്ന് യുക്തിപരമായി നമുക്ക് ചിന്തിക്കാൻ കഴിയണമല്ല. അപ്പോൾ ആ ഒരു അവസ്ഥ, ആ ഒരു കർമ്മഫലം, ഇതെല്ലാം എല്ലാ രോഗങ്ങളും കർമ്മഫലങ്ങളാണ്. മൂത്രക്കല്ലായാലും ആക്സിഡൻ്റ് ആയാലും എല്ലാം നമ്മുടെ കർമ്മഫലങ്ങളായിട്ടാണ് വരുന്നത്. ആ ഒരു വലിയ ശാസ്ത്രമാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ശാസ്ത്രം കൂടി, അതിൻ്റെ ലോജിക്ക് കൂടി, അതിൻ്റെ മാത്തമാറ്റിക്സ് കൂടി, അതിൻ്റെ ഫിസിക്സ് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാകുള്ളൂ. അതായത് ഒരല്പം ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചുള്ള ഒരു നോളജും റിലേറ്റീവ് തിയറിയെ കുറിച്ചുള്ള ഒരു അറിവുമെല്ലാം നമ്മളിൽ ആവശ്യമാണ് ഭാരതീയ പുരാണങ്ങളുടെ പൊരുൾ മനസ്സിലാക്കണമെങ്കിൽ. അത് ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് അന്ധവിശ്വാസത്തെ ന്യായീകരിക്കുക എന്നതിനെ കളിയാക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മളെക്കാൾ ഉയർന്ന ഒരു ശാസ്ത്ര തലത്തിൽ നിന്നിരുന്ന വ്യക്തികളാണ് ആ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ, ആ അറിവുകളെല്ലാം സ്വാംശീകരിച്ച് നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്കത് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് നമ്മളതിനെ അന്ധവിശ്വാസമായിട്ട് കാണുന്നു എന്നേ ഉള്ളൂ. ഇത്തരം കുറേ അന്ധവിശ്വാസങ്ങൾ എൻ്റെ ചികിത്സാനുഭവങ്ങളിലുണ്ട്. നിങ്ങൾക്ക് അന്ധവിശ്വാസമായി തോന്നുന്നത്, എന്നാൽ എനിക്കതിൻ്റെ ശാസ്ത്രീയത അത് പിന്നീട് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്തത്. ഇതിൽ വല്ല ശാസ്ത്രവും ഉണ്ടോ? അനുഭവം അത് എൻ്റെ അനുഭവമാണ്. അത് മറ്റൊരാളുടെ അനുഭവം ആവണമെന്നില്ല, അയാൾ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രമുണ്ടായിരിക്കും. ഹിമാലയത്തിൻ്റെ മുകളിൽ ഒരു ചൂടുള്ള വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും ഒരു ശാസ്ത്രമുണ്ട്. അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് സെമിറ്റിക് മതങ്ങൾ പറയും പോലെ അങ്ങ് പറഞ്ഞ് സമാധാനിക്കുകയല്ല വേണ്ടത്. അതിൻ്റെ പിന്നിലുള്ള ആ ശാസ്ത്ര സത്യത്തെ നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിന് ഫലമായിട്ടാണ് നമ്മുടെ ഗൃഹസന്യാസം, അതേപോലെ ഷഡാധാര പ്രാണവിദ്യ, ഈ ബ്രഹ്മമുഹൂർത്തം എന്ന പുസ്തകം, ഇതെല്ലാം എഴുതാൻ പ്രേരണയായത് ആ ഒരു അന്വേഷണമാണ്. അപ്പോൾ ഏത് അത്ഭുതങ്ങളുടെ പിറകിലും ഒരു ശാസ്ത്ര സത്യമുണ്ട്. ആ ശാസ്ത്ര സത്യം നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് അത് അത്ഭുതകരമായിട്ടിരിക്കുന്നത്. പക്ഷെ ആ ശാസ്ത്ര സത്യം മനസ്സിലാകുമ്പോഴും കൂടുതൽ കൂടുതൽ അന്വേഷിക്കാനുള്ള ത്വരയാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. അത് ആ അന്വേഷണം ഒരിക്കലും അവസാനിക്കുന്നില്ല. ശാസ്ത്രാന്വേഷണം ഒരിക്കലും അവസാനിക്കുന്നില്ല. എന്നാൽ വിശ്വാസങ്ങൾ ആ വസ്തുത കേൾക്കുന്നതോടുകൂടി, വിശ്വസിക്കുന്നതോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മനുഷ്യനെ അന്ധനാക്കുന്ന അല്ലെങ്കിൽ മൂഢനാക്കുന്ന, മന്ദനാക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം. എന്നാൽ ആ ഓരോ വിശ്വാസത്തിൻ്റെയും പൊരുൾ അന്വേഷിക്കാൻ തുടങ്ങിയാൽ അതിലെ നല്ലതും ചീത്തയും വിഡ്ഢിത്തങ്ങളും എല്ലാം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ ഒരു അന്വേഷണ ത്വര നമ്മളിൽ ഉണ്ടാവണം. അതാണ് സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരുടെ ഏറ്റവും ആദ്യത്തെ പ്രത്യേകത. പണ്ടുള്ളവർ അതായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആ ശാസ്ത്രം മനസ്സിലാവാത്ത കാരണത്താൽ, അതായത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഗണിതശാസ്ത്ര സിദ്ധാന്തം 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ അങ്ങനെയുണ്ട്. നിനക്ക് നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അതേപടി അതിനനുസൃതമായി തിരിച്ചു കിട്ടും എന്ന് മാത്രമേ ആ കുട്ടിയോട് അപ്പോൾ പറയേണ്ടതുള്ളൂ. ബാക്കിയുള്ളത് ഹയർ ലെവൽ മാത്തമാറ്റിക്സിൻ്റെ ബലത്തോടെ നമുക്ക് പഠിക്കാം. എങ്ങനെ ആ കർമ്മഫലം നമ്മളിൽ തിരികെ എത്തുന്നു. ഇവിടെ ഇപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അന്തരീക്ഷത്തിലേക്ക് വിട്ടിട്ടുള്ള ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു കർമ്മഫലം എന്നാണ് അതിന് പറയേണ്ടത്. അത് അനുകൂലമായ സാഹചര്യങ്ങളിൽ അനുകൂലമായ വ്യക്തിയിലേക്ക്, അർഹതപ്പെട്ട വ്യക്തിയിലേക്ക് അത് അതേ രോഗമായിട്ടോ മറ്റൊരു രോഗമായിട്ടോ അത് കടന്നു കയറും. ഇങ്ങനെ രോഗങ്ങൾ പകരുന്ന ഒരു മേഖലയുണ്ട്. അതിനെ നേരിടാനാണ് നമ്മൾ ഷഡാധാര പ്രാണവിദ്യ ഉപയോഗിച്ച് നമ്മളെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. അതേപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളൊരു കാരണം. അതായത് നമുക്ക് ചുറ്റും അത്തരം കാര്യങ്ങൾ കടന്നു കയറാതിരിക്കാൻ ഒരു ബ്ലോക്ക്, ഒരു മതിൽ പണിയുക, ഒരു സുരക്ഷ പണിയുക. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഡെയിലി നമ്മൾ ആ വിഷയത്തിലൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വിവരണമാണ് നമ്മുടെ ബ്രഹ്മമുഹൂർത്തം പുസ്തകത്തിൽ ഉള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്തേ.